ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി തോരൻ്റെ റെസിപ്പി കൊണ്ടാണ്. ഞാൻ വീഡിയോയിൽ വന്നിട്ട് കുറേ ആയി. എന്താണെങ്കിലും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ള നിത്യവൈദ്യനയാണ്, അതുകൊണ്ട് വെച്ചിട്ട് നമ്മൾ തോരൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരിക. അതിനുശേഷം നമുക്ക് ഇതൊന്ന് നല്ല ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് വേണ്ടത് നാളികേരം വേണം, 2 പച്ചമുളക്, പിന്നെ 2 ചെറിയ ഉള്ളി, ഇതെല്ലാം ചതച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുത്തു. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണം, കരിഞ്ഞു പോകരുത്. അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച നിത്യവൈദ്യന ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വഴുതനങ്ങൾക്ക് ചെറിയൊരു കയ്പ്പൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ നാളികേരമൊക്കെ ചേർക്കുമ്പോൾ അതിന് കയ്പ്പും കാര്യങ്ങളൊക്കെ മാറും. ഇനി നമുക്ക് ചതച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ആവിയിലാണ് വേവിക്കേണ്ടത്. ഒരു 2-3 മിനിറ്റ് നേരം മതി. അതിന് ശേഷം ഒന്നും കൂടെ ഇളക്കി നോക്കി വെന്തിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. നല്ല ഒരു അടിപൊളി തോരനാണ്. നമ്മൾ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി, നല്ല ടേസ്റ്റ് കൊടുക്കാൻ നമുക്ക് കഴിക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എരിവ് പാകത്തിന് ഇട്ടാൽ മതി, കുട്ടികൾക്കും ഇഷ്ടപ്പെടും. നമ്മൾ ബീൻസ് ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ.